ലോകത്ത് മനുഷ്യന്മാരുടെ മരണ കാരണമാവുന്ന അസുഖങ്ങളിൽ ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യപ്പെടുന്ന അസുഖങ്ങളിൽ ഒന്ന് ഏതാണ്? അത് ക്യാൻസറാണ്. ഒരുപക്ഷെ നേരത്തെ കണ്ടെത്താനും നേരത്തെ ചെറിയ സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്തിയാലും ഇത് വരാതിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ ചില നടപടികൾ സ്വീകരിച്ചാലും ഈ ക്യാൻസർ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് നമുക്ക് തടയാൻ പറ്റും. അതിന് എന്തൊക്കെ നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും? ഇന്ന് ലോകത്തെ ഓരോ ഗവൺമെൻറ്റും അങ്ങോട്ട് തീരുമാനിക്കുക, ഞങ്ങളുടെ നാട്ടിൽ ഒരു പൗരനും പുകവലിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ക്യാൻസറിനെ ഈ ലോകത്തു നിന്ന് തുരത്താൻ ഓരോ ഗവൺമെൻറ്റും എടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനമായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ ടാക്സ് കിട്ടുന്ന ഒരു സംഭവമായതുകൊണ്ട് അവരത് നിർത്തുമെന്ന് വിചാരിക്കേണ്ട. പക്ഷെ നമ്മുടെ കുടുംബങ്ങൾ ഓരോ ഗവൺമെൻറ്റിനേക്കാളും ശക്തമായിട്ടുള്ള ഭരണ കേന്ദ്രങ്ങളാണ്. അവിടെ നിന്ന് ഒരു തീരുമാനം എടുക്കുക, എൻ്റെ വീട്ടിൽ ഏതെങ്കിലും ഒരു പുകവലിക്കാരുണ്ടെങ്കിൽ ആ വലിക്കാരെ കൊണ്ട് ഞാൻ നിർത്തിക്കുന്നു. ഓരോ വ്യക്തിയും ഒരു തീരുമാനം എടുക്കാം. അങ്ങനെ എൻ്റെ ശരീരത്തെ ക്യാൻസറിന് വിട്ടുകൊടുക്കാൻ വേണ്ടി ഞാൻ റെഡി ആവില്ല. തീർച്ചയായിട്ടും ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഫസ്റ്റ് തീരുമാനം തന്നെയായിരിക്കും അത്. എത്രയോ ആൾക്കാർ വരുമ്പം പണ്ടൊക്കെ ചിലപ്പോൾ അറ്റാക്ക് ഉണ്ടായിട്ടായിരിക്കാം. ചില ആൾക്കാർക്കൊക്കെ നമ്മൾ ഇങ്ങനെ ഓരോ ചിത്രങ്ങളൊക്കെ കാണിച്ച് പണ്ടേ ചെയ്യായിരുന്നു. ഇപ്പോൾ AI വന്നപ്പോൾ AI വെച്ചിട്ടാണ്, അതിന് മുമ്പ് അങ്ങനെ കാണിച്ചു കൊടുക്കായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നിർത്തിയ ഒരുപാട് ആൾക്കാർ വരുമ്പം നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ജീവിതത്തിലെടുത്ത ഏറ്റവും വലിയൊരു തീരുമാനം കേട്ടോ അത്. ഇങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ രാജ്യത്തിലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ 30 തൊട്ട് 50% ക്യാൻസർ 10 വർഷം കൊണ്ട് കുറക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ക്യാൻസർ നമുക്ക് മനസ്സിലാക്കണം, അത് വെറും ഒരാൾ വലിക്കുന്ന ഒരാൾക്ക് മാത്രമല്ല, അവരെ കൂടെ ഉള്ളവർക്ക് പാസീവ് സ്മോക്കിംഗ് വഴി തേർഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന് പറയും. ഒരു പുകവലിക്കാർ അവിടെ വന്ന് പോയി പിന്നെ ആ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണെങ്കിൽ നമുക്കും അത് കിട്ടുന്ന സാധ്യത കൂടി അവിടെ ഉണ്ടാവും. അപ്പോൾ ഇത് ആണ് ഫസ്റ്റ് റിസ്ക് നമ്മൾ ഒഴിവാക്കേണ്ടത്. ഏതൊക്കെ ക്യാൻസറുകളാണ് പുകവലി മൂലം കൂടുതലായിട്ട് വരുന്നത്? ഒന്നാമത്തെ ശ്വാസകോശം, ത്രോട്ടിലെ ക്യാൻസർ, ബ്ലാഡറിലെ ക്യാൻസർ, പിന്നെ മറ്റ് പല ക്യാൻസറുകളും ഇതുകൊണ്ട് വരെ ഡെവലപ്പ് ആവാം. കല്യാണത്തിന് പോയപ്പം ബുഫേലത് നിറച്ച് നല്ല 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 ടേസ്റ്റി വിഭവങ്ങൾ നമ്മളെ നോക്കി ചിരിക്കുന്നു. പുറത്തുനിന്ന് ഒരുപാട് പ്രോസസ്ഡ് ഭക്ഷണങ്ങളുടെ സ്മെല്ലടിച്ചപ്പം തന്നെ ഇതൊക്കെ വാരി വലിച്ച് തിന്നാൻ തോന്നുന്നു. ഈ രുചിയൂറും വിഭവങ്ങൾ നമ്മുടെ നാവിന് സംതൃപ്തി നൽകുമെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലോട്ട് എത്തിയാൽ അവ നമ്മുടെ കോശങ്ങളെ ക്യാൻസർ ഉണ്ടാക്കുന്ന രീതിയിൽ പരിവർത്തനം ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാവിന് രുചി നൽകുന്ന പ്രോസസ്ഡ് മീറ്റിനും റെഡ് മീറ്റിനൊക്കെ ബദലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ നമുക്ക് രുചിക്ക് ചിലപ്പം വലിയൊരു ഇഷ്ടം തോന്നിയില്ല എന്ന് വരാം, പക്ഷെ നമ്മുടെ വയറിനത് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മുഴുധാന്യങ്ങൾ ഇതൊക്കെ ധാരാളം ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ക്യാൻസർ വരുന്നത് തടയാം. പിന്നെ ഒരുപാട് നാരടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് കാണുന്നൊരു ക്യാൻസറാണ് വൻകുടലിലെ കോളൻ ക്യാൻസർ എന്ന് പറഞ്ഞാൽ, അതൊക്കെ തടയാൻ പറ്റും കേട്ടോ. ഫിസിക്കൽ ആക്ടിവിറ്റി ക്യാൻസർ വരാൻ അത്യാവശ്യമാണ്. നമുക്കറിയാം, നമ്മൾ ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ നമുക്കറിയാം കോളൻ ക്യാൻസർ, റെക്ടൽ ക്യാൻസർ ഇതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ തടി കൂടി നിൽക്കുക എന്ന് പറയുന്നത് ഒരുപാട് ക്യാൻസറുകൾ വരാനുള്ള സാധ്യത കൂട്ടും. ഇപ്പോൾ 30 മിനിറ്റ് എക്സസൈസ് ക്യാൻസറിനെ തടയും. പിന്നെ മദ്യപാനം, നമുക്കറിയാം ഒരുപാട് ക്യാൻസർ മദ്യപാനം ഉണ്ടാകും. പ്രത്യേകിച്ച് ലിവറിൻ്റെ ക്യാൻസറൊക്കെ കൂടുതലും മദ്യപാനികൾക്കാണ് ഉണ്ടാകുന്നത്. ഇത് തടയാൻ നമുക്ക് എന്താക്കാൻ പറ്റും? ഇതുപോലുള്ള ക്യാൻസറുകൾ തടയാൻ മദ്യപാനത്തിൻ്റെ അളവ് കുറക്കുക. അതിന് ലിമിറ്റഡ് മാത്രം മാക്സിമം ഉപയോഗിക്കുന്നവർക്ക് അത്രേ കഴിക്കാവുള്ളൂ, അതിലേറെ കഴിക്കാനേ പാടില്ല. തീരെ കഴിക്കാതിരിക്കുന്നതാണ് എപ്പോഴും ഉചിതം കേട്ടോ. സൺലൈറ്റിലൂടെ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം UV ലൈറ്റ് അടിച്ചിട്ട് സ്കിൻ ക്യാൻസറൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൺലൈറ്റിലൂടെ അധികം നടക്കുകയാണെങ്കിൽ നമ്മൾ സ്ക്രീൻ പ്രൊട്ടക്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഈ സൺലൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, സൺഗ്ലാസുകളൊക്കെ ധരിച്ചിട്ട് പോകാൻ വേണ്ടി നോക്കുക. പിന്നെ ക്യാൻസറിനെ മുൻകൂട്ടി അറിയാൻ പറ്റിയ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഇപ്പം ക്യാൻസർ മുൻകൂട്ടി ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു ക്യാമ്പയിനിങ് തന്നെ നമ്മൾ ഗവൺമെൻറ് ലെവലിലൊക്കെ നടക്കുന്നുണ്ട്. കൊളോണോസ്കോപ്പി, പിന്നെ പാപ്സ്മിയർ, മാമോഗ്രാഫി, ബ്രസ്റ്റ് ക്യാൻസർ അറിയാൻ വേണ്ടി, ഇങ്ങനത്തെ പല ടെസ്റ്റുകൾ നോക്കിയാൽ തന്നെ അത് ഏർലി ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഏർലി ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നത് കൂടിയാണ് പലപ്പോഴും പല ക്യാൻസറുകളും എന്ന് മനസ്സിലാക്കണം. പ്രതിരോധം തന്നെയാണ് ഏറ്റവും വലിയ മരുന്ന് അല്ലേ? അപ്പം ഇതുപോലുള്ള റിസ്ക്കുകൾ വരുന്നത്, ഈ റിസ്ക്കുകൾ നമ്മൾ ക്യാൻസറായി പരിവർത്തനം ചെയ്യാൻ സാധ്യതയുള്ള റിസ്ക്കുകൾ ഒഴിവാക്കിയിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ക്യാൻസർ ഫ്രീ ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ബൈ.